നമ്മളിന്ന് തക്കാളിയും കൊണ്ട് തക്കാളി സോസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ടൊമാറ്റോ സോസ്. അപ്പം അതിന് നല്ല തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ട് മുറിക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തത് ഒരു 2.5 കിലോളം തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വെച്ചാൽ അതെടുത്തോളൂ. 1 കിലോൻ്റെ അളവ് വെച്ചിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എഴുതുമ്പോൾ അതിൽ താഴെ എഴുതാം കേട്ടോ, എഴുതി ചേർക്കാം. അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറുതായി മുറിച്ചിട്ട് കാണിക്കാം. ഇതുപോലെ തക്കാളി ഒന്ന് ചെറുതായി മുറിച്ച ശേഷം മിക്സിയിൽ നന്നായി അരിച്ചെടുത്ത് വയ്ക്കുക. എന്നിട്ടാണ് അടുത്ത പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തക്കാളീനെ കഴുകി വൃത്തിയാക്കി ഇനി ചെറുതായി മുറിച്ച് മിക്സിയിൽ നന്നായിട്ട് വെള്ളം അധികം ചേർക്കണ്ട. പക്ഷേ നമ്മൾ അത്രയും നേരം അടുപ്പത്ത് വെക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം അരിയണ മാതിരി അങ്ങനെ അരിഞ്ഞോട്ടെ കേട്ടോ. അതിൽ തന്നെ അരച്ചാൽ മതി, വെള്ളം ചേർക്കണ്ട. അരിച്ചിട്ട് പാത്രത്തിലാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളി അരക്കണതിൻ്റെ കൂടെ വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, വിനീഗർ, ഉപ്പ്, മുളക് പൊടി, പഞ്ചസാര ഇതാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നോ നമുക്ക് ഈ തക്കാളിയുടെ ജ്യൂസ് അടിച്ച ശേഷം നമ്മൾ അരയ്ക്കുമല്ലോ, മിക്സിയിൽ അരിച്ചെടുത്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പഞ്ചസാര, അങ്ങനത്തെ ഒക്കെ. വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പൊക്കെ തക്കാളി അരക്കണതിൻ്റെ കൂടെ ഇട്ടിട്ട് അരയ്ക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അതിടണ്ട കേട്ടോ, അല്ലാണ്ട് ഉണ്ടാക്കാം. അതിട്ടാൽ അത് ചെറിയൊരു ഗാർലിക്കിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പം നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനല്ലേ ഉണ്ടാക്കണത്, നന്നായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ചേർക്കേണ്ടത്. എന്തായാലും ഇതിൽ വല്ല പ്ലസ് ഓർ മൈനസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ നമുക്ക് തിളയ്ക്കുമ്പോൾ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം തക്കാളി അരയ്ക്കണ സമയത്ത് മുളക് പൊടി, പട്ട, ഗ്രാമ്പ്, മറ്റേ വെളുത്തുള്ളി അത് ചേർത്തിട്ട് അരയ്ക്കുക. വിനീഗറും ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഉപ്പ് നോക്കിയിട്ട് അവസാനം ഈ സോസ് വറ്റി വരുമ്പോൾ ഉപ്പ് കൂടുതലായി പോകും. അത് കാരണം ലാസ്റ്റ് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടോളൂ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ സ്വാദ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. എല്ലാം കൂടെ ആ മധുരം, പുളിപ്പ്, ഉപ്പ് ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ വരുമ്പോൾ നമുക്കത് മാതിരി നിർത്താം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുമാതിരി തന്നെ പറഞ്ഞമാതിരി ചെയ്താൽ മതി, വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി അരിച്ച് പേസ്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ തക്കാളി അരച്ചത്, അതായത് തക്കാളിയിൽ നമ്മൾ വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, വിനീഗർ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ മതി, അത് ഉപ്പ്. അപ്പം ഈ ഉപ്പ് ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് ബാക്കിയുള്ളത് നമുക്ക് എല്ലാം റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വെറുതെ അതൊന്ന് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് അതൊന്ന് കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. ഇത് അരച്ച് നമ്മൾ അതിൻ്റെ പൾപ്പ് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമ്മളപ്പോൾ അരച്ച് വെച്ച പൾപ്പ് ഇതിന് നമുക്ക് എല്ലാം ഒഴിക്കുക. കുറച്ച് വട്ടത്തിലുള്ള പാൻ ആയിക്കോട്ടെ, അത് കുറച്ച് നേരെ അടുപ്പത്ത് കിടക്കണം. അപ്പോൾ ആ പൾപ്പ് മുഴുവനും കുറുകി നമ്മുടെ സോസിൻ്റെ പരുവാവണ വരയ്ക്കും അടുപ്പ് കത്തിക്കണം കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല. ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഉപ്പിട്ടാൽ നമുക്ക് കരിച്ചു പോകും കേട്ടോ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് അടിയിൽ പിടിക്കില്ല. മെല്ലെ തിളച്ചിട്ട് നമ്മുടെ സോസിൻ്റെ പരുവാവണ വരയ്ക്ക് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ സോസ് ഇതുവരയ്ക്ക് ഉണ്ടായിരുന്നു ഈ ലൈന്, അതങ്ങനെ വെറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് നന്നായിട്ട് കുറുകി വരാറായി കേട്ടോ. ഇനി ആയിട്ടില്ല, ഇനി ഒന്നും കൂടെ നല്ലോണം തിളച്ച് കുറുകാനുണ്ട്. ഇപ്പം നമുക്ക് ആയിട്ടില്ല, കണ്ടപ്പോഴും ആ വെള്ളത്തിൻ്റെ ഇതുണ്ട്. ഇത് കഴിയണം. ഇത് ഇനി കുറച്ചൊരു 10-15 മിനിറ്റും കൂടെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളച്ച്. ഉപ്പിട്ടിട്ടില്ല, ബാക്കിയുള്ള ടേസ്റ്റൊക്കെ നോക്കി വേണമെങ്കിൽ ലേശം ഉപ്പിട്ടുള്ളൂ, അധികം ഇടണ്ട. ഉപ്പിട്ടിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. മുളകിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പുളിപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ, ഒക്കെ ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. സോസ് ആയിക്കഴിഞ്ഞു, വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ചട്ടിയും കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ താഴെ വീഴില്ല, കണ്ടോ. അപ്പോൾ സോസിൻ്റെ പരുവം അങ്ങനെ ആയിക്കഴിഞ്ഞു. നമ്മൾ ചട്ടിയത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ആ എടുത്തത് വീഴില്ല. ഇതാണ് സോസിൻ്റെ തിക്നെസ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചില്ല് കുപ്പിയിൽ ഇതാക്കി വെക്കാവൂ, അത് മാത്രം ശ്രദ്ധിക്കുക. ചൂടാറിയിട്ട് എന്നിട്ട് നമ്മൾ വലിയൊരു ചില്ല് കുപ്പിയിൽ ബോട്ടിലാക്കി വെച്ച ആവശ്യമുള്ളത് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ, കേടുവരൊന്നുമില്ല കേട്ടോ. കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ടേസ്റ്റ് ഒക്കെ റെഡിയാണ് കേട്ടോ. മുളക് പൊടി ഇട്ടത്, ഉപ്പ്, മധുരം, പുളിപ്പ് എല്ലാം പാകമാണ്. പട്ട, ഗ്രാമ്പ്, ആ വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഫ്ലേവർ ലൈറ്റായിട്ടേ ഉള്ളൂ, കൂടുതലായിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോസിനെക്കാട്ടിലും നന്നായിട്ടുണ്ടത് ആക്ച്വലി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഞാൻ അതൊക്കെ ഒരു ബോട്ടിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര ക്വാണ്ടിറ്റി കിട്ടിയത്. 2.5 കിലോ തക്കാളിയാണ് എടുത്തത് കേട്ടോ. എനിക്ക് തോന്നുന്നു 1 ലിറ്ററെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. അങ്ങനെ നമുക്ക് നമ്മുടെ തക്കാളി സോസ് ഇതിപ്പോൾ ഒരു 3/4 കുപ്പിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എനിക്കൊരു 3/4 ലിറ്ററൊക്കെ ഉണ്ടാവും തോന്നുന്നു ഇത് കേട്ടോ. അപ്പോൾ 2.5 കിലോ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് 3/4 ലിറ്റർ നല്ല സോസ്, ഹോം മെയ്ഡ് സോസാണ് കിട്ടിയിരിക്കുന്നത്. ടേസ്റ്റും സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട്. ഇത് നമ്മൾ ചില്ല് കുപ്പിയിൽ ആവശ്യത്തിന് എടുത്ത് വെക്കുക, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. കേടുകൂടാതെ നമുക്ക് കുറച്ചു കാലം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.